ഗുഡ് മോർണിംഗ് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പുതിയൊരു ദിവസത്തിന്റെ തുടക്കത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. വാർത്തകൾ കൊണ്ട് വളരെ സജീവമാകാൻ പോകുന്ന ഒരു ദിവസം തുടങ്ങുകയാണ്. വലിയ വാർത്തകൾ വരുന്നുണ്ട്. പ്രത്യേകിച്ച് മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനായ തഹാവൂർ റാണയെ ഇന്ത്യയിൽ എത്തിച്ചിരുന്നു ഇന്നലെ. തഹാവൂർ റാണ ഇപ്പോൾ NIA-യുടെ കസ്റ്റഡിയിൽ അതീവ സുരക്ഷയിലാണുള്ളത്. NIA ചോദ്യം ചെയ്യൽ തുടങ്ങി ഒരുപാട് വാർത്തകൾ അതുമായി ബന്ധപ്പെട്ട് വരാനുണ്ട്. രാത്രി ഏറെ വൈകി ഇന്നലെ മഹാരാജാസ് കോളേജിലെ വിദ്യാർത്ഥികൾ, അവിടുത്തെ SFI പ്രവർത്തകരും അഭിഭാഷകരും തമ്മിൽ വലിയ സംഘർഷമുണ്ടായി. ജില്ലാ കോടതി വളപ്പിലായിരുന്നു ആ സംഘർഷമുണ്ടായത്. അതിൻ്റെ വാർത്തകൾ വരുന്നു. ഒപ്പം രാവിലെ ദുഃഖകരമായൊരു വാർത്ത, പ്രമുഖ കോൺഗ്രസ് നേതാവ് ഡോക്ടർ ശൂരനാട് രാജശേഖരൻ അന്തരിച്ചു എന്നതാണ്. അർബുദബാധയെ തുടർന്ന് അദ്ദേഹം ചികിത്സയിലായിരുന്നു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. വളരെ വിശദമായ വാർത്തകൾ വരുന്നുണ്ട്. അതിൻ്റെയൊക്കെ മുമ്പ് നമ്മൾ ആദ്യം പോകുന്നത് പ്രാദേശിക വിശേഷങ്ങളിലേക്കാണ്. നാട്ടിലെന്തുണ്ട്? ലോകപ്രശസ്ത ചിത്രകാരൻ A. രാമചന്ദ്രന്റെ പേരിലുള്ള ആർട്ട് ഗാലറി 6 മാസത്തിനകം പൂർത്തിയാക്കുമെന്ന് മന്ത്രി സജി ചെറിയാൻ. ലോകോത്തര നിലവാരത്തിൽ നിർമ്മിക്കുന്ന ആർട്ട് ഗാലറിയുടെ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. കൊല്ലം ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയത്തിലാണ് ആർട്ട് ഗാലറി നിർമ്മിക്കുന്നത്. A. രാമചന്ദ്രന്റെ 300 കോടിയോളം വിലമതിപ്പുള്ള 48 ചിത്രങ്ങളാണ് ആർട്ട് ഗാലറിയിൽ സ്ഥാപിക്കുന്നത്. സാംസ്കാരിക വകുപ്പിന്റെ മേൽനോട്ടത്തിൽ ലളിതകലാ അക്കാദമിക്കാണ് ആർട്ട് ഗാലറിയുടെ നടത്തിപ്പ് ചുമതല. ആകെ 2 കോടി രൂപയാണ് ഇന്റീരിയർ ജോലികൾക്കായി ചെലവിടുന്നത്. ഇതിൽ സർക്കാർ 1 കോടി രൂപയും A. രാമചന്ദ്രന്റെ കുടുംബം 1 കോടി രൂപയും ചെലവിടും. വർത്തമാനകാലത്ത് കേരളത്തിന്റെ യശസ് ആഗോളതലത്തിൽ ഉയർത്തിയ കലാകാരനായിരുന്നു A. രാമചന്ദ്രൻ എന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. ശില്പി, സംഗീതജ്ഞൻ, സാഹിത്യകാരൻ എന്നീ നിലകളിലും വ്യക്തിമുദ്ര പതിപ്പിച്ച അദ്ദേഹത്തെ പത്മഭൂഷൺ തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ നൽകി രാജ്യം ആദരിച്ചിട്ടുണ്ട്. A. രാമചന്ദ്രൻ ആർട്ട് ഗാലറി കൊല്ലത്തെ ലോക ടൂറിസം മാപ്പിൽ പ്രത്യേകമായി അടയാളപ്പെടുത്തുമെന്നും മന്ത്രി പറഞ്ഞു. ചടങ്ങിൽ M. മുകേഷ് MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ N. ദേവിദാസ് മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. ന്യൂസ് 18 കൊല്ലം. ആറ്റിങ്ങലിൽ സ്കൂട്ടറിനുള്ളിൽ നിന്നും മൂർഖൻ പാമ്പിനെ പിടികൂടി. വേനൽക്കാലത്ത് എപ്പോഴും ശ്രദ്ധിക്കണമെന്ന് പറയാറുള്ള ഒരു കാര്യമാണ്. കാരണം ഇവർ ഈ പുറത്തെ ചൂടൊക്കെ സഹിക്കാൻ വയ്യാതെ എവിടെയാണോ തണൽ കിട്ടുക ആ ഭാഗത്തേക്ക് നീങ്ങും. അതുപോലെ ആണ് ഈ ആഴൂർ സ്വദേശി ശ്യാമിന്റെ ആക്ടിവ സ്കൂട്ടറിൽ നിന്ന് പാമ്പിനെ പിടികൂടിയത്. ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റി ഓഫീസിന് വശത്തുള്ള പെട്രോൾ പമ്പിന് സമീപത്താണ് ശ്യാം സ്കൂട്ടർ വെച്ചിരുന്നത്. ഇതിന് സമീപം കെട്ടിട നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരുന്ന തൊഴിലാളികളാണ് സ്കൂട്ടറിലേക്ക് പാമ്പ് കയറിപ്പോകുന്നത് കണ്ടത്. ഇന്നലെ വൈകിട്ടോടെ സ്കൂട്ടർ എടുക്കാൻ എത്തിയപ്പോഴാണ് സ്കൂട്ടറിനുള്ളിൽ പാമ്പ് കയറിപ്പോയ വിവരം തൊഴിലാളികൾ ശ്യാമിനെ അറിയിച്ചത്. ശ്യാമും തൊഴിലാളികളും ചേർന്ന് പാമ്പിനെ പുറത്തേക്കിറക്കാൻ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല. തുടർന്ന് വാമനപുരം സ്വദേശിയായ പാമ്പ് പിടുത്തക്കാരൻ രാജേഷിനെ വിളിച്ചു വരുത്തി മെക്കാനിക്കിന്റെ സഹായത്തോടെ സ്കൂട്ടറിന്റെ ഭാഗങ്ങൾ അഴിച്ചുമാറ്റി പാമ്പിനെ പുറത്തെടുക്കുകയായിരുന്നു. ന്യൂസ് 18 ആറ്റിങ്ങൽ. വിഷുവായി. ഇനിയിപ്പോൾ വിഷുവിന് ആകെ 2 ദിവസമേ ഉള്ളൂ. എല്ലായിടത്തും വിഷുവിൻ്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങി. വിഷു അടുത്തതോടെ ഏറ്റവും സജീവമായിട്ടുള്ളത് വടക്കേ മലബാറിലെ പടക്ക വിപണിയാണ്. വിഷു കളറാക്കാൻ ഇത്തവണ സ്പെഷ്യൽ പടക്കങ്ങളുടെ ഒരു വലിയ ശേഖരം തന്നെ കാത്തിരിപ്പുണ്ട്. ചൈനീസ് മുതൽ നാടൻ പടക്കം വരെ കണ്ണൂരിന്റെ തെരുവോരങ്ങൾ കീഴടക്കുകയാണ് പടക്ക വിപണി. പതിവ് പോലെ ചൈനീസ് പടക്കങ്ങൾക്കാണ് ഇക്കുറിയും ആവശ്യക്കാരേറെ. ഇതിനൊപ്പം കുട്ടികളെ ആകർഷിക്കാൻ വ്യത്യസ്ത ഇനങ്ങൾ വേറെയും. ഫ്ലവർ പോട്ട്, ടിപ്പി ടിപ്പി, കിഡ് കിഡി എന്നിവയാണ് ഇത്തവണത്തെ താരങ്ങൾ. വിലയിൽ മുൻ വർഷത്തേക്കാൾ വലിയ വർധനയുമില്ല. പടക്ക വിപണി സാധാരണ ഇപ്പോൾ 2 വർഷമായിട്ട് കുറച്ച് മന്ദഗതിയാണ്. പക്ഷേ ഓൺലൈൻ വ്യാപാരം വളരെ സത്യമായിട്ട് എല്ലാ ഷോപ്പുകാരെയും നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. സാധാരണ ഇങ്ങനെയുള്ള കച്ചവടം ഉണ്ടായാലും പക്ഷേ എന്നാലും നമ്മുടെ വില നിലവാര പട്ടിക എന്ന് പറയുമ്പോൾ 2-3 വർഷമായിട്ട് ഒറ്റ വില നിലവാരത്തിൽ തന്നെ പോകുന്നു. അപ്പോൾ അതിൽ വില കൂട്ടലോ കുറക്കലോ അങ്ങനെ ഉണ്ടായിട്ടുമില്ല. എന്നാലും സാധാരണ അപേക്ഷിച്ചിട്ട് കച്ചവടം വളരെ കുറവ് തന്നെയാണ്. കുട്ടികളുടെ പ്രിയപ്പെട്ട പൂത്തിരിയുടെയും കമ്പിത്തിരിയുടെയും വിവിധ ഇനങ്ങൾ വിപണിയിലുണ്ട്. ഒപ്പം മാലപ്പടക്കം, ചക്രം തുടങ്ങിയ പതിവ് താരങ്ങളും. എന്നാൽ ഓൺലൈൻ വഴിയുള്ള പടക്ക വിൽപ്പന പ്രതിസന്ധിയിലാക്കുന്നതായി കച്ചവടക്കാർ പറയുന്നു. ഓൺലൈൻ വിപണി കൂടുതൽ തന്നെ, കാരണം കഴിഞ്ഞ വർഷത്തിന് അപേക്ഷിച്ച് അതുപോലെ തന്നെയാണ് ഇപ്രാവശ്യം കൂടുതലായിട്ട് ഓൺലൈൻ വിപണി ഇറങ്ങിയിട്ടുള്ളത്. കാരണം അതുകൊണ്ട് തന്നെ കച്ചവടത്തിൻ്റെ ആ ഒരു മന്ദഗതി കാണുന്നത്. സാധാരണ ഇന്നത്തെ ദിവസം എന്ന് പറയുമ്പോൾ അത്യാവശ്യം ആൾക്കാരെല്ലാം വരുന്ന ദിവസമാണ്. അതിന് പൊതുവെ
ഒരു ഓൺലൈൻ ശരിക്കും മാർക്കറ്റിനെ നമ്മളെ ഒരുപാട് ബാധിച്ചിട്ടുണ്ട്. വിഷു അടുക്കുന്നതോടെ പടക്ക കച്ചവടം പൊടി പൊടിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇവർ. ന്യൂസ് 18 കണ്ണൂർ. കേരളത്തിൽ ഈ തബലവാദകരിൽ സ്ത്രീ കലാകാരികൾ കുറവാണ്. പക്ഷേ അവരിൽ ഏറ്റവും ശ്രദ്ധേയ ആളുകളിൽ ഒരാളാണ് രത്നശ്രീ എന്ന കലാകാരി. രത്നശ്രീ ഇത്തവണ വാർത്തയിൽ ഇടപിടിക്കുന്നത് രത്നശ്രീയുടെ കലാപ്രകടനം കൊണ്ടല്ല. പരമ്പരാഗത തബലകളൊക്കെ വേദി കീഴടക്കുന്ന കാലത്ത് ഫൈബറിൽ ശാസ്ത്രീയമായൊരു തബല നിർമ്മിച്ചിരിക്കുകയാണ് MG സർവകലാശാലയിലെ ഗവേഷകയായ രത്നശ്രീ. ഭാരക്കുറവ് ഉണ്ട് എന്നതിനൊപ്പം ഏറെക്കാലം നിലനിൽക്കും എന്നതും ഈ തബലയുടെ സവിശേഷതയാണ്. തബലയുടെ ഗുണമേന്മ പരിശോധിച്ചുകൊണ്ട് പേറ്റന്റ് തന്നെ സ്വന്തമാക്കിക്കൊണ്ടാണ് രത്നശ്രീയുടെ നേട്ടം. തടിവള്ളങ്ങൾക്ക് പകരം ഫൈബർ വള്ളം ഉണ്ടാക്കിയതുപോലെ ഒരു മാറ്റം പെട്ടെന്ന് അങ്ങനെ ആർക്കും തോന്നാം. പക്ഷേ തബലയുടെ കാര്യത്തിൽ ഇതത്ര നിസ്സാരമല്ല. ഫൈബർ കൊണ്ട് ഒരു നിർമ്മിതി ഉണ്ടാക്കുക മാത്രമല്ല, ശബ്ദവും നിലനിർത്തണം. ശാസ്ത്രീയ പരീക്ഷണങ്ങളിലൂടെയാണ് MG സർവകലാശാലയിലെ ഗവേഷക R രത്നശ്രീ വിജയം കൈവരിച്ചത്. അങ്ങനെ പേറ്റന്റും സ്വന്തമാക്കി. ശരിക്കും അങ്ങനെ ഒരു ചിന്തയിലല്ല തുടങ്ങിയത്. നമ്മൾ ഇതിൻ്റെ ഒരു മെറ്റീരിയലിനെ കുറിച്ചുള്ള സ്റ്റഡീസിലാണ് വന്നത്. പിന്നെ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നമുക്ക് ഇത്രയധികം വെയിറ്റ് എടുത്തുകൊണ്ട് പോകുന്നുള്ളത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മുടെ ഫിംഗേഴ്സിനും ഷോൾഡേഴ്സിനും ഒക്കെ പെയിനൊക്കെ വരും. കുറച്ച് വർഷം നമ്മൾ എടുത്തിട്ട് പോകുമ്പോൾ അങ്ങനെ ഇത്ര ഹെവി ആയിട്ടുള്ള ഇൻസ്ട്രുമെൻ്റ്. അതുകൊണ്ടാണ് വെയിറ്റ് എങ്ങനെ കുറയ്ക്കുക. അപ്പോൾ ഫൈബർ ആകുമ്പോൾ വെയിറ്റ് താരതമ്യേന വളരെ കുറയുന്നുണ്ട്. ഒരു 3-4 കിലോളം വ്യത്യാസം വരുന്നുണ്ട് ഫൈബറിൻ്റെ തബലയ്ക്ക്. അതുപോലെ തന്നെ എന്നാൽ സൗണ്ട് ക്വാളിറ്റിയിൽ അങ്ങനെ വ്യത്യാസം വരുന്നില്ല. നമ്മൾ സയൻറ്റിഫിക്കായിട്ട് അത് എടുത്തിട്ടുണ്ട്. പലരും ധരിച്ചിരിക്കുന്ന ഫൈബർ ആണെങ്കിൽ ക്വാളിറ്റി ഒത്തിരി വ്യത്യാസം. അതിൻ്റെ അല്ല, ശരിക്കും അതിൻ്റെ മേക്കിംഗ് പ്രോസസ്സിലാണ് അതിൻ്റെ കാര്യങ്ങൾ വരുന്നത് ശരിക്കും. പിന്നെ ലെതർ മേക്കിംഗ് പ്രോസസ്സിലും ഒത്തിരി അതിൻ്റെ ക്വാളിറ്റി നിർണ്ണയിച്ചാണ് വരുന്നത്. ഫൈബർ ഏറിയ പങ്കും ഉപയോഗിക്കുന്ന തബലയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഭാരം പകുതിയാണ്. ഈർപ്പം പിടിക്കാത്തത് കൊണ്ട് തന്നെ ഏറെക്കാലം നിലനിൽക്കും. ഫൈബറിൻ്റെ ഡോറുകളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഒത്തിരി ഉപയോഗിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ വർക്ക് ചെയ്യുന്ന ഒരാളെ പോയി സമീപിച്ചു. അപ്പോൾ ഒരു തബല, എൻ്റെ ആദ്യ ഗുരുനാഥൻ തബല മേക്കറായിരുന്നു. അപ്പോൾ ആദ്യ ഗുരുനാഥനും അതുപോലെ അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിട്ടുള്ള വേറൊരു തബല മേക്കറുണ്ട്, ശ്രീ രാജു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹവുമായി ചേർന്ന് സംസാരിച്ച് ഈ ഫൈബർ വർക്ക് ചെയ്യുന്ന ആളെ പോയി കണ്ട് നമ്മളിതിൻ്റെ അളവുകളും കാര്യങ്ങളും എല്ലാം കൊടുത്ത് അവിടെ നിന്ന് തന്നെ ചെയ്യിച്ച് എടുത്തതാണ് ഈ ഫൈബറിൻ്റെ തബല. ഗൈഡ് ഡോക്ടർ K ജയചന്ദ്രനും MG സർവകലാശാലയിലെ വിവിധ ശാസ്ത്ര വകുപ്പുകളും രത്നശ്രീക്ക് പിന്തുണയുമായി ഉണ്ടായിരുന്നു. വനിതാ തബലവാദക എന്ന നിലയിൽ ഇതിനകം പ്രശസ്തയാണ് രത്നശ്രീ. 2018 സംഗീത നാടക അക്കാദമി അവാർഡും നേടിയിട്ടുണ്ട്. G ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. കലയിൽ നിന്ന് നമ്മൾ ആവേശകരമായ ഒരു കായിക ഉത്സവത്തിലേക്ക് പോവുകയാണ്. വർക്കലയിലെ സാഹസിക കായിക വിനോദ പ്രേമികൾക്ക് ആവേശമായി വർക്കലയിൽ അന്താരാഷ്ട്ര സർഫിംഗ് ഫെസ്റ്റിവലിന് തുടക്കമായി. ഇന്ത്യക്കകത്തു നിന്നും പുറത്തുനിന്നുമായി 70 അത്ലറ്റുകളാണ് ഇത്തവണത്തെ സർഫിംഗ് ഫെസ്റ്റിവലിൽ പങ്കെടുക്കുന്നത്. സർഫിംഗ് കായിക വിനോദത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനും കേരളത്തെ ഇന്ത്യയിലെ പ്രധാന സർഫ് കേന്ദ്രമാക്കുന്നതിനും ലക്ഷ്യമിട്ട് കേരള ടൂറിസം വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര സർഫിംഗ് ഫെസ്റ്റിവൽ ഏപ്രിൽ 10 മുതൽ 13 വരെയാണ് വർക്കല, ഇടവക, വെറ്റക്കട ബീച്ചുകളിൽ നടക്കുന്നത്. ഇന്ത്യക്കകത്തും പുറത്തുനിന്നുമായി 70 അത്ലറ്റുകൾ പങ്കെടുക്കും. ഏപ്രിൽ 11 മുതൽ 13 വരെ രാവിലെ 6 മുതൽ ഉച്ചയ്ക്ക് 12 വരെയാണ് മത്സരങ്ങൾ നടത്തുന്നത്. വിജയികൾക്ക് 2 ലക്ഷം രൂപ സമ്മാനമായി ലഭിക്കും. സർഫിംഗ് ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടനം പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. വി ജോയി MLA അധ്യക്ഷത വഹിച്ചു. ന്യൂസ് 18 വർക്കല. യുവജനങ്ങൾക്കിടയിൽ ലഹരിയുടെ കടന്നുവരവ് വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ഇത് വ്യാപകമാവുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇതിനൊരു ബദൽ? ഈ ലഹരിയിൽ നിന്ന് എങ്ങനെയാണ് യുവതലമുറയെ തിരിച്ചു നടത്തുക എന്നതാണ് എല്ലാവരും അന്വേഷിക്കുന്ന ഒരു കാര്യം. അപ്പോൾ ഇതിനൊക്കെ പകരം കായിക മേഖലയിൽ നിന്നുള്ള ആവേശകരമായ കാര്യങ്ങളൊക്കെ ലഹരിയുടെ ഭാഗമാക്കുക, അതാണ് ലഹരി. ക്രിക്കറ്റ് എന്നതൊരു ലഹരിയാക്കി മാറ്റി ആരോഗ്യമുള്ള ഒരു യുവതലമുറയെ സൃഷ്ടിക്കാനുള്ള ഒരുക്കത്തിലാണ് ഒരു കൂട്ടം യുവാക്കൾ. സ്കൂൾ തലം മുതൽ കായിക രംഗത്തേക്ക് കുട്ടികളെ എത്തിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു പദ്ധതിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്.
കോവിഡ് കാലത്തിന് ശേഷം ക്രിക്കറ്റ് പിച്ചുകളും കളിസ്ഥലങ്ങളും മൊബൈൽ സ്ക്രീനിൽ ഒതുങ്ങുന്ന സാഹചര്യം ഉടലെടുത്തോടെ ഇതിനൊരു പരിഹാരം എന്നോണമാണ് വിദ്യാർത്ഥികൾക്ക് ക്രിക്കറ്റ് പരിശീലനം ആരംഭിക്കുന്നത്. ഗ്രാമങ്ങളിലെ സർക്കാർ അർദ്ധ സർക്കാർ സ്കൂളുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ക്രിക്കറ്റ് എന്ന ഗ്ലാമർ കായിക വിനോദം പലപ്പോഴും കയ്യെത്തും ദൂരത്താണ്. ഈ സാഹചര്യങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കിയാണ് കാട്ടാക്കട അന്തിയൂർക്കോണം സ്വദേശിയായ സോനു എസ് പോൾ എന്ന യുവാവ് വിദ്യാർത്ഥികൾക്കിടയിലേക്ക് ക്രിക്കറ്റ് പരിശീലനത്തിനായി ഇറങ്ങിയത്. നമ്മുടെ ഗ്രാമപ്രദേശത്തിലെ കുട്ടികളെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് അവരിൽ പ്രൊഫഷണൽ ക്രിക്കറ്റിൻ്റെ സാധ്യത എത്തിക്കുന്നതിന് വേണ്ടിയാണ് എൻ്റെ ഈ ഒരു പരിശ്രമം ഞാൻ ആരംഭിച്ചത്. ഇപ്പോൾ നമ്മുടെ ഈ ഒരു പരിശീലന കേന്ദ്രത്തിൽ ഏകദേശം 100ഓളം കുട്ടികൾ, തികച്ചും സാധാരണക്കാരായിട്ടുള്ള കുട്ടികൾ, സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളാണ് ക്രിക്കറ്റ് പരിശീലനം നടത്തുന്നത്. ഈ ഒരു മേഖലയിൽ നിന്ന് തന്നെ കഴിഞ്ഞ മുൻ വർഷങ്ങളിൽ വിജയ് മർച്ചൻ്റ് ട്രോഫി ക്യാമ്പ് വരെ എത്തിയിട്ടുള്ള കുട്ടികളും കേരളത്തിന് വേണ്ടി കളിച്ചിട്ടുള്ള വനിതാ വിഭാഗത്തിലും ആൺകുട്ടികളുടെ വിഭാഗത്തിലും കേരളത്തിന് വേണ്ടി കളിച്ചിട്ടുള്ള കുട്ടികൾ ഉണ്ടായിട്ടുണ്ട്. ക്രിക്കറ്റ് താല്പര്യമുള്ള വിദ്യാർത്ഥികളെ സ്കൂളിൽ നിന്ന് കണ്ടെത്തിയ ശേഷം ഇവരുടെ കഴിവിനാവശ്യമായ പരിശീലനങ്ങൾ നൽകി ഉപജില്ലാ, ജില്ലാ തലങ്ങളിൽ മത്സരങ്ങൾക്ക് പ്രാപ്തരാക്കുക എന്നതാണ് ലക്ഷ്യം. ഇതിലേക്കായി ക്രിക്കറ്റ് അസോസിയേഷനുകളുടെ പിന്തുണയും ഉറപ്പുവരുത്തും. സാധാരണക്കാരുടെ മക്കൾക്കുൾപ്പെടെ സാമ്പത്തികവും സാഹചര്യവും ഇല്ല എന്ന കാരണത്താൽ ക്രിക്കറ്റ് പരിശീലനം മന്യമാകരുത് എന്ന ലക്ഷ്യത്തോടെയാണ് സോനുവിന്റെ നേതൃത്വത്തിലെ ഒരു കൂട്ടം യുവാക്കളുടെ ഈ ശ്രമം. ആഴ്ചയിൽ ഒരു ദിവസം രക്ഷിതാക്കളുടെ സഹായത്തോടെ വാടകയ്ക്കെടുത്തോ അല്ലാതെയോ ഒരുക്കി നൽകുന്ന ഇടത്താണ് പരിശീലനങ്ങൾ നടക്കുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. ഗോത്ര വിഭാഗങ്ങളുടെ പരമ്പരാഗത കൈത്തൊഴിലുകളിലൊന്നായ കണ്ണാടിപ്പായയുടെ നിർമ്മാണവും അതുണ്ടാക്കാനുള്ള പരിശീലനവും ഇടുക്കി വെൺമണിയിൽ തുടങ്ങി. വെൺമണി ഉണർവ് പട്ടികവർഗ വിവിധോദ്ദേശ സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിലാണ് കണ്ണാടിപ്പായ നിർമ്മാണ പരിശീലന പരിപാടികൾ നടന്നുവരുന്നത്. പട്ടികവർഗ വിഭാഗങ്ങളുടെ പ്രധാന കൈത്തൊഴിലുകളിലൊന്നാണ് പനമ്പ് പായ നിർമ്മാണം. ഇവയിൽ പ്രധാനപ്പെട്ടത് കണ്ണാടിപ്പായയുടെ നിർമ്മാണമാണ്. മാസങ്ങളോളം തുടർച്ചയായി പണിയെടുത്താൽ മാത്രമേ കണ്ണാടിപ്പായ നിർമ്മിക്കാനാകൂ. വെൺമണി, പാലപ്ലാവ്, അംബേദ്കർ കോളനിയിൽ പ്രവർത്തിക്കുന്ന ഉണർവ് പട്ടികവർഗ വിവിധോദ്ദേശ സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ കണ്ണാടിപ്പായയുടെ നിർമ്മാണത്തിൽ പരിശീലനം നടന്നുവരികയാണ്. ഈ ഒരു തൊഴിൽ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പൂർവ്വ പിതാക്കന്മാരുടെ കാലത്ത് അവർക്ക് വനത്തിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഒരു മാന്ത്രിക ശക്തിയിൽ നിന്നാണ് ഈ തൊഴിൽ അവർക്ക് ലഭിച്ചിരിക്കുന്നത്. അത് വരും തലമുറകൾക്ക് കൈമാറി പോകുന്നിരിക്കുന്നതാണ്. ഇന്നത്തെ തലമുറയിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ തലമുറകൾക്ക് അറിയാൻ പറ്റാത്തത് കൊണ്ട് പിതാക്കന്മാരായിരിക്കുന്നതായ ഏതാണ്ട് 4, 5, 6 പേരുടെ നേതൃത്വത്തിൽ അവരുടെ ആയിട്ടുള്ള തലമുറകളെ പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പരിശീലനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഉന്നത ഗുണനിലവാരമുള്ള ഞൂഞ്ഞിൽ, മോങ്കി എന്നീ ഇനത്തിൽപ്പെട്ട ഈറ്റയും മുളകളുമാണ് കണ്ണാടിപ്പായ നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നത്. വനത്തിൽ നിന്നും ശേഖരിക്കുന്ന ഇവ നെയ്ത്തിനായി പാകപ്പെടുത്തുവാനും ദിവസങ്ങൾ വേണം. വനവാസികളായ പട്ടികവർഗ വിഭാഗങ്ങളുടെ പാരമ്പര്യ തൊഴിലാണെങ്കിലും പുതുതലമുറയിൽപ്പെട്ടവർക്ക് കണ്ണാടിപ്പായ നിർമ്മാണം അത്ര പരിചിതമല്ല. അതിനാൽ തന്നെ പ്രായമേറിയവരും വയോധികരുമൊക്കെയാണ് മറ്റുള്ളവർക്ക് പരിശീലനം നൽകുന്നത്. കണ്ണാടിപ്പായയ്ക്ക് അടുത്തിടെ ഭൗമസൂചിക പദവിയും ലഭിച്ചിരുന്നു. ഇതോടെ കേരളത്തിന് പുറത്തേക്കും കണ്ണാടിപ്പായയ്ക്ക് ആവശ്യക്കാർ ഏറെയാണ്. സ്ത്രീകളും പുരുഷന്മാരും ഉൾപ്പെടെ കുടിയിലെ 15 പേരാണ് ഇപ്പോൾ പരിശീലനം നേടുന്നത്. തലമുറകളുടെ മാറ്റത്തിൽ അന്യം നിന്നുപോയ ഒരു പാരമ്പര്യ തൊഴിലിന്റെ പുനരുജ്ജീവനമാണ് കണ്ണാടിപ്പായ നിർമ്മാണത്തിലൂടെ ഇടുക്കി വെൺമണി ഉണർവ് പട്ടികവർഗ സഹകരണ സംഘം ലക്ഷ്യമിടുന്നത്. ന്യൂസ് 18 ഇടുക്കി. പുനലൂർ കരവാളൂരിലെ ഹോമിയോ ആശുപത്രിയുടെ പ്രവർത്തനം താളം തെറ്റിയിരിക്കുകയാണ്. മരുന്നുകൾ പോലും സുരക്ഷിതമായി ഇവിടെ സൂക്ഷിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ്. ഈ അവസ്ഥ തുടങ്ങി മാസങ്ങളായിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് ആക്ഷേപം. കരവാളൂർ സർക്കാർ ഹോമിയോ ആശുപത്രിയാണിത്. കെട്ടിടം കാട് മൂടിയിട്ട് കാലങ്ങളായി. പല ഭാഗങ്ങളും ചോർന്നൊലിക്കുന്നുണ്ട്. കോവിഡ് കാലത്തുൾപ്പെടെ ഏറ്റവും മികച്ച പ്രവർത്തനം നടത്തി പ്രശംസ പിടിച്ചുപറ്റിയ ആശുപത്രിയാണിത്. മരുന്നുകൾ സൂക്ഷിക്കുന്ന മുറിയിലെ ജനലുകൾക്ക് ഗ്ലാസ് ഇല്ല. കാർഡ്ബോർഡ് ഉപയോഗിച്ചാണ് മറച്ചിട്ടുള്ളത്. പരിശോധനാ മുറിയിലും സൗകര്യമില്ല. രോഗികൾക്കിരിക്കാൻ ബെഞ്ചോ കസേരയോ ഇല്ല. കെട്ടിടം നവീകരിക്കണമെന്ന ആവശ്യമുയർന്നിട്ട് ഏറെക്കാലമായി. ഇതിന്റെ അനുമതിക്ക് വേണ്ടി DPCക്ക് അംഗീകാരത്തിന് വേണ്ടി പോയിക്കാം. DPC അംഗീകാരം കിട്ടിയാൽ എന്താ, ഇതിന്റെ എസ്റ്റിമേറ്റ് എടുക്കണം, പൂർണ്ണ എസ്റ്റിമേറ്റ് എടുക്കണം. ആ എസ്റ്റിമേറ്റ് എടുക്കുമ്പോൾ 40 ലക്ഷം രൂപ കൊണ്ട് ഇത് മതിയാകില്ല. മെഡിസിൻ സൂക്ഷിക്കുന്നതിന് വേണ്ടി വേണം, രോഗികൾക്ക് ഇരിക്കുന്നതിന് ഹാള് വേണം, അകത്തും പുറത്തും ഓരോ ബാത്റൂം വേണം. ഇതിന്റെ വയറിങ്ങും പ്ലംബിങ്ങും ഫർണിഷിങ്ങും ഉൾപ്പെടെ നടത്തുമ്പം ഏതാണ്ട് 3/4 കോടി രൂപയോളം ചെലവാകും. അപ്പോൾ തന്നെ ഈ 49 ലക്ഷത്തിന് മതിയാകാതെ വരും.
നിലവിൽ ഹോമിയോ ആശുപത്രി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കെട്ടിടവും സ്ഥലവും കല്ലട ഇറിഗേഷൻ പദ്ധതിയുടേതാണ്. പര്യാപ്തമല്ലാത്ത എസ്റ്റിമേറ്റ് തുകയും സർക്കാരിൽ നിന്ന് ഭരണാനുമതി ലഭിക്കാനുള്ള കാലതാമസവും മൂലം കെട്ടിട നിർമ്മാണം വൈകുമെന്നാണ് ആശങ്ക. ദീർഘവീക്ഷണമില്ലാത്തതാണ് കെട്ടിട നിർമ്മാണം ഇഴഞ്ഞു നീങ്ങാൻ കാരണമെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. ന്യൂസ് 18 പുനലൂർ. വീട്ടിൽ ഒരു മൃഗശാല തന്നെ ഒരുക്കിയിരിക്കുകയാണ് പത്തനംതിട്ട തട്ടയിലുള്ള ചിക്കു നന്ദനയും കുടുംബവും. ഒട്ടകം മുതൽ ഒട്ടകപ്പക്ഷി വരെ ഇവിടെയുണ്ട്. ഇവരിൽ പലരും അത്ര നിസ്സാരക്കാരല്ല, സിനിമാ താരങ്ങളൊക്കെയാണെന്നതാണ് മറ്റൊരു പ്രത്യേകത. ചെറുപ്പം മുതൽ മൃഗങ്ങളോടുള്ള ഇഷ്ടമാണ് സ്വന്തമായി വീട്ടിൽ തന്നെ ഒരു ഫാം തുടങ്ങാൻ ചിക്കു നന്ദനെ പ്രേരിപ്പിച്ചത്. നാടൻ പക്ഷികൾ മുതൽ ലക്ഷങ്ങൾ വില വരുന്ന വിദേശ ഇന മൃഗങ്ങൾ വരെ ഇവിടെയുണ്ട്. ചിക്കു നന്ദനയും ഭാര്യ ഷീജയുമാണ് ഇവയെ പരിപാലിക്കുന്നത്. വീടിനോട് ചേർന്ന പറമ്പിൽ തന്നെ ഇവയ്ക്ക് വേണ്ട സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. കുതിരവണ്ടി ആദ്യമായിട്ട് സ്വന്തമാക്കി. ആ കുതിരവണ്ടിയിൽ നിന്നായിരുന്നു എൻ്റെ പിന്നീടുള്ള മുമ്പോട്ടുള്ള ഉയർച്ചയല്ല. അപ്പോൾ ആ കുതിരവണ്ടിയിൽ നിന്ന് പിന്നെ പിതുക്കെ ഒരു പോണി കുതിരയെ വാങ്ങിച്ചു, പിന്നെ ബാക്കിയുള്ള കുതിരകളെ വാങ്ങിച്ചു. അങ്ങനെ പിതുക്കെ ഓരോ ആനിമൽസിനെ നമ്മളിവിടെ കളക്ട് ചെയ്തു. ഇപ്പം ഒരു മൃഗശാല രീതിയിൽ ആക്കിയിട്ടുണ്ട്, സെറ്റ് ചെയ്തിട്ടുണ്ട്. വീട്ടിൽ ഒരു മൃഗശാല എന്നുള്ള ഒരു കൺസെപ്റ്റാണ് നമ്മളിവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇവിടെയുള്ള മിക്ക മൃഗങ്ങളും പക്ഷികളും സിനിമാ താരങ്ങളുമാണ്. മമ്മൂട്ടി ചിത്രമായ ടർബോയിലും ദുൽഖർ ചിത്രമായ ചാർലിയിലും ബാഹുബലിയിലും അഭിനയിച്ച കുതിരകളും പഞ്ചവർണ്ണ തത്തയിലെ കഴുതയും തുടങ്ങി ഭ്രമയുഗത്തിലെ പാരറ്റ് വരെ ഇവിടെയുണ്ട്. ഫാമിനൊപ്പം ഒരു മ്യൂസിയവും കാഴ്ചക്കാർക്കായി സജ്ജീകരിച്ചിട്ടുണ്ട്. നിലവിൽ ഫാമിലെ ക്രമീകരണങ്ങൾ വിപുലീകരിക്കുന്ന തിരക്കിലാണിവർ. മൃഗങ്ങളെ കാണാനും അടുത്തറിയാനുമായി സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെയുള്ള നിരവധി പേരാണ് ഇവിടെ എത്തുന്നത്. ന്യൂസ് 18 പത്തനംതിട്ട. വേമ്പനാട്ട് കായലിലെ 7 കിലോമീറ്റർ ദൂരം കൈകൾ ബന്ധിച്ച് നീന്താൻ ഒരുങ്ങിയിരിക്കുകയാണ് വാരപ്പെട്ടി സ്വദേശിയായ ഒരു കൊച്ചുമിടുക്കൻ. 1ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. വാരപ്പെട്ടി ഇളങ്ങവം ശ്രീജ ഭവനിലെ ശ്രീജിത്ത് രഞ്ജുഷ ദമ്പതികളുടെ മകൻ ശ്രാവൺ എസ് നായരാണ് ഏപ്രിൽ 12-ന് ഇങ്ങനെ കായൽ നീന്തി കടക്കുന്നത്. ആലപ്പുഴ ചേർത്തല അമ്പലക്കടവിൽ നിന്നും കോട്ടയം വൈക്കം ബീച്ച് വരെയുള്ള ഏകദേശം 7 കിലോമീറ്റർ ദൂരമാണ് ശ്രാവൺ കൈകൾ ബന്ധിച്ച് നീന്താൻ ശ്രമിക്കുന്നത്. ആഴമേറിയ വേമ്പനാട്ട് കായൽ നീന്തിക്കടക്കുക എന്ന അതിസാഹസികമായ ഈ ഉദ്യമത്തിലൂടെ രണ്ടാമതും വേൾഡ് വൈഡ് ഓഫ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിക്കാൻ ഒരുങ്ങുകയാണ് ഈ കൊച്ചുമിടുക്കൻ. 2024 ഫെബ്രുവരി 28-ാം തീയതി അത് കഴിഞ്ഞ് അവൻ ഫ്രീ സ്റ്റൈലായിട്ടുള്ള നീന്തൽ നീന്തിയായിരുന്നു 7 കിലോമീറ്റർ വേമ്പനാട്ട് കായല്. അതാണ് അവന്റെ ഫസ്റ്റ് വേൾഡ് റെക്കോർഡ്. ഇതിപ്പം കൈകൾ ബന്ധിച്ച് 7 കിലോമീറ്റർ ദൂരം നീന്താൻ പോവാണ് ഈ വരുന്ന ഏപ്രിൽ 12-ാം തീയതി. വെറും 6 വയസ്സുള്ള ശ്രാവണിനെ ഈ ഉദ്യമത്തിന് പരിശീലനം നൽകുന്നത് ഡോൾഫിൻ അക്വാറ്റിക് ക്ലബിന്റെ കോച്ചായ ബിജു തങ്കപ്പനാണ്. കോതമംഗലം കനേഡിയൻ സെൻട്രൽ സ്കൂൾ 1ാം ക്ലാസ് വിദ്യാർത്ഥിയായ ശ്രാവൺ വളരെ കുത്തൊഴുക്കുള്ള മൂവാറ്റുപുഴ ആറ്റിലാണ് പരിശീലനം പൂർത്തിയാക്കിയത്. വേമ്പനാട്ട് കായലിന്റെ ഏറ്റവും വീതിയേറിയ ഭാഗത്താണ് ശ്രാവൺ നീന്താൻ ശ്രമിക്കുന്നത്. ആദ്യമായിട്ടാണ് ഒരു 6 വയസ്സുകാരൻ 7 കിലോമീറ്റർ കായൽ ദൂരം കൈകൾ ബന്ധിച്ച് നീന്തി റെക്കോർഡിടാൻ ശ്രമിക്കുന്നത്. ഇതുവരെയുള്ള റെക്കോർഡ് 4.5 കിലോമീറ്റർ ആണ്. ന്യൂസ് 18 കോതമംഗലം. നാളെയാണ് ശ്രാവൺ ആ റെക്കോർഡിന് വേണ്ടി ഇറങ്ങുന്നത്. അപ്പോൾ സുരക്ഷിതമായി തന്നെ അങ്ങനെ ഒരു റെക്കോർഡ് സ്വന്തമാക്കാൻ ആ മിടുക്കന് കഴിയട്ടെ എന്ന് നമുക്കൊക്കെ ആശംസിക്കാം. മറ്റൊരു വാർത്തയിലേക്ക്. സൗജന്യമായി മതവിദ്യാഭ്യാസം നൽകുന്ന മസ്ദർ ശരീഅത്ത് കോളേജിലെ 19 വിദ്യാർത്ഥികൾക്ക് ബാഫക്കി ബിരുദം സമ്മാനിച്ചു. കരിപ്പോൾ മസ്ദർ ശരീഅത്ത് കോളേജിൽ നിന്ന് പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരിൽ നിന്ന് ബിരുദം ഏറ്റുവാങ്ങി. 100-ലധികം വിദ്യാർത്ഥികളാണ് ഇവിടെ മതപഠനം നടത്തുന്നത്. വളാഞ്ചേരിക്കടുത്ത് കരിപ്പോളിൽ മതവിദ്യാഭ്യാസത്തിനായി പ്രവർത്തിക്കുന്ന മസ്ദർ അഹമ്മദ് ബാഫക്കി ശരീഅത്ത് കോളേജിന്റെ 11ാം വാർഷികവും 1ാം സനദ് ദാന സമ്മേളനവും നടന്നു. ഇവിടെ നിന്ന് മതപഠനം പൂർത്തിയാക്കി ബാഫക്കി ബിരുദധാരികളായ 19 പേർക്കാണ് ബിരുദം സമ്മാനിച്ചത്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരിൽ നിന്ന് 19 വിദ്യാർത്ഥികളും ബിരുദം ഏറ്റുവാങ്ങി. മുംബൈയിലുണ്ടായിരുന്ന സ്ഥാപനത്തിൻ്റെ കീഴിൽ ഒരു ദിവസം ആരംഭിച്ചപ്പോഴും അൽഹംദുലില്ലാഹ് ധാരാളം വിദ്യാർത്ഥികൾ അവിടെയും പഠിക്കാനുണ്ടായിരുന്നു. ഇവിടെയും അതുപോലെ ധാരാളം വിദ്യാർത്ഥികൾ പഠിക്കാനുണ്ട്.
11 വർഷം മുമ്പ് 13 പേരുമായി ആരംഭിച്ചതാണ് മസ്ദർ അഹമ്മദ് ബാഫഖി ശരീഅത്ത് കോളേജ്. മതപഠനം ആഗ്രഹിക്കുന്നവർക്ക് സൗജന്യമായാണ് ഇവിടെ ക്ലാസ്. 13 പേരിൽ ആരംഭിച്ച പ്രസ്ഥാനം ഇന്ന് 100-ലധികം പേർ പഠിക്കുന്ന മഹാസ്ഥാപനമായി വളർന്നിരിക്കുകയാണ്. ന്യൂസ് 18 തിരൂർ. വ്യവസായത്തിന്റെ കാര്യത്തിൽ കേരളം ലോകത്തിനു മുന്നിൽ തല ഉയർത്തി നിൽക്കാൻ കഴിയുന്ന അവസ്ഥയിലായെന്ന് വ്യവസായ മന്ത്രി പി രാജീവ്. കേരളത്തിലെ ചെറിയ പ്രശ്നങ്ങൾ പോലും ലോകം അറിയുമെന്നും എന്നാൽ മറ്റിടങ്ങളിലെ കാര്യം അങ്ങനെ ആരും അറിയാറില്ലെന്നും മന്ത്രി പറഞ്ഞു. ന്യൂസ് 18 കേരളം ബിസിനസ് അവാർഡുകൾ തിരുവനന്തപുരത്ത് വിതരണം ചെയ്യുകയായിരുന്നു മന്ത്രി പി രാജീവ്. വ്യവസായ ലോകത്ത് കേരളത്തിന്റെ യശസ് ഉയർത്തിയ 13 പേരെയാണ് ന്യൂസ് 18 കേരളം ആദരിച്ചത്. ന്യൂസ് 18 കേരളം ബിസിനസ് അവാർഡ്സ് 2025 പൂർത്തിയാകുമ്പോൾ അതൊരു ഗ്രൂപ്പ് ഫോട്ടോയിൽ അത് ഇവിടെ പൂർത്തിയാവുകയാണ്. ഇതിവിടെ അവസാനിക്കുന്നില്ല എന്നുള്ളതാണ്. ഇത് നിങ്ങൾക്ക് ഏവർക്കും ഊർജം പകരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. എല്ലാം മാറിയെന്ന് പറയുമ്പോഴും പ്രശ്നങ്ങൾ അവശേഷിക്കുന്നുവെന്ന് വ്യവസായികളുടെ പരാതി. എന്റെ അനുഭവത്തിൽ മാറിയിട്ടൊന്നുമില്ല. ഇപ്പോഴും അത് ആ പകർച്ചവ്യാധി നമ്മുടെ നിൽക്കുന്നു. ഇതൊക്കെ ആൾക്കാർ ഭയപ്പെടുന്ന ഒരു കാര്യമാണ്. ഇവിടെ വന്നാൽ ആദ്യം ഒരാൾ ഒരു സംരംഭം അല്ലെങ്കിൽ വീട് വയ്ക്കാനായിട്ട് ഒരു കുറച്ച് ഫർണിച്ചർ ഇറക്കാമെന്ന ഇപ്പോഴും ഈ പ്രശ്നങ്ങളുണ്ട്. ഇതിന് ശക്തമായ നിയമ നടപടികൾ, അത് കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റോ BJP ഒന്നുമില്ല, തൊഴിലാളികൾ എല്ലാം ഇക്കാര്യത്തിൽ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒറ്റക്കെട്ടാണ്. എന്നാൽ കേരളത്തിൽ എന്തു നടന്നാലും അത് ലോകം അറിയുന്നതാണ്. ചെറിയ പ്രശ്നങ്ങൾ പോലും പെരുപ്പിച്ചു കാണിക്കുന്നെന്ന് മന്ത്രി വിശദീകരിച്ചു. ഈ നോക്കിക്കോ, 900 നമ്മുടെ കാർ എഞ്ചിൻ പോയെന്ന് ഇപ്പൊ നോക്കിയാൽ ഗൂഗിൾ പറഞ്ഞു തരും. ഇതെവിടെയായിരിക്കും? ഇന്ത്യയിലായിരിക്കും. നോക്ക് നിന്ന് ചോദിച്ചതിന് ആളെ കൊലപ്പെടുത്തിയത്. നമ്മുടെ നാട്ടിൽ സർപഞ്ച് അന്വേഷിക്കാൻ ചെന്നിട്ട് അവിടെ ഒരു തടഞ്ഞു വെച്ചാൽ പിന്നെ ലോകത്ത് എല്ലാ ഭാഷയിലേക്കും നമ്മുടെ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ പോകും. ഓരോരുത്തർ കസ്റ്റമൈസ് ചെയ്തിട്ടാണ്. ഇംഗ്ലീഷ് യു കെ ഇംഗ്ലീഷ് വേണ്ടവർക്കത്, US ഇംഗ്ലീഷ് വേണ്ടവർക്കത്, മറ്റു ഭാഷയിൽ വേണമെങ്കിൽ അത് കൊടുത്തുകൊണ്ടേയിരിക്കും ആളുകൾ. വ്യവസായ രംഗത്തിന്റെ വളർച്ചയ്ക്ക് ന്യൂസ് 18 എടുക്കുന്ന മുൻകൈക്ക് വ്യവസായ മന്ത്രിയുടെ അഭിനന്ദനം. ന്യൂസ് 18 വളരെ നല്ല രീതിയിൽ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചതിന് ഞാൻ അവരെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. എല്ലാ ചാനലുകളും മാധ്യമങ്ങളും ഇപ്പോൾ കുറെ പോസിറ്റീവായിട്ടുണ്ട്. പഴയതിനേക്കാളും വ്യത്യസ്തമായി കുറെ പോസിറ്റീവായി വന്നിട്ടുണ്ട്. ഒരു ഇക്കോസിസ്റ്റം, ഒരു ത്രൈവിംഗ് ഇക്കോസിസ്റ്റം ഇപ്പോൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്കത് ഒന്നിച്ച് മുന്നോട്ട് കൊണ്ടുപോകാം. ഭാവി തലമുറയ്ക്ക് ഇവിടെ തന്നെ ജോലി ചെയ്ത് ജീവിക്കാൻ കഴിയുന്ന സാഹചര്യം നമുക്ക് എല്ലാവർക്കും കൂടി രൂപപ്പെടുത്താം. ന്യൂസ് 18 തിരുവനന്തപുരം. ഇനി നല്ല വാക്ക് കാണാം.